ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്ക്, മാംഗോയുടെ ഡ്രീം കേക്കാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ബേസ് വേണം. ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വാനില ബേസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 1/2 kg ചെയ്തിട്ട് ഞാൻ ഹാഫ് പോർഷനായിട്ട് എടുത്തതാണ്, അല്ലെങ്കിൽ 1 എഗ്ഗിൽ ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ അത് വെച്ചതിന് ശേഷം അതിലേക്ക് മിൽക്ക് സിറപ്പാണ് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മിൽക്ക് സിറപ്പ് നന്നായിട്ട് തന്നെ കൊടുക്കണം. നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത്രയും നല്ല കട്ടിയുള്ള സ്പോഞ്ചല്ലേ, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്രീം നമ്മൾ വിപ്പിംഗ് ക്രീമും ഇത് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി. ഒരു മൂസ് ടൈപ്പിൽ ഒന്ന് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മാംഗോ പൾപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വെച്ചാൽ, മാംഗോയും ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. ആ മാംഗോ പൾപ്പും കൂടെ മിക്സ് ചെയ്ത ക്രീമാണ്, ഒരു മൂസ് ടൈപ്പ് ക്രീം. അതാണ് നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്. അത് നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കുക. നല്ല രീതിയിൽ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി അടുത്തത് കൊടുക്കുന്നത് ഈ നമ്മൾ മാംഗോയും കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തൊരു അരച്ചെടുത്ത പേസ്റ്റില്ലേ, ആ പേസ്റ്റാണ് നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്. ആ ലെയറും നന്നായിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇത് ഓപ്ഷനിലാണ്. ടേസ്റ്റ് നന്നായിട്ടിരിക്കും, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനും കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ക്രിസ്പാക്കി എടുത്തതാണ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ലെയറായിട്ട് കൊടുത്തത്. ഇതും നന്നായിട്ട് കൊടുത്തതിന് ശേഷം അടുത്തത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എന്ന് പറയുമ്പോൾ വൈറ്റ് ചോക്ലേറ്റും അത് ഫ്രഷ് ക്രീം കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് ഗനാഷായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതും അടുത്ത ലെയറായിട്ട് കൊടുക്കുക. അതിലേക്ക് നെക്സ്റ്റ് കൊടുക്കുന്നത് മാംഗോ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഷുഗർ സിറപ്പിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഷുഗറിലൊന്ന് അത് ഡിപ്പ് ചെയ്തെടുത്താലും മതി. അത് ഒന്ന് വിതറി കൊടുക്കുക അതിൻ്റെ മുകളിൽ. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് ഡ്രീം കേക്കല്ലേ, അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വരുമ്പോഴത്തേക്ക് ഒരു ഡസ്റ്റി ഫീലാണല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫീൽ കിട്ടാനായിട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും, അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതും മുകളിൽ നന്നായിട്ടൊന്ന് ഒരു അരിപ്പയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 7-8 ലെയറൊക്കെ വരും. അപ്പോൾ എന്തൊക്കെയായാലും ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഒരു റിച്ച് ഫീലായിട്ടുള്ള നല്ലൊരു അടിപൊളി മാംഗോ ഡിലൈറ്റ് തന്നെയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.